റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസ് സീറ്റ് ചർച്ച നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ദില്ലിയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ നാളെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകും എന്നാണ് അറിയുന്നത്. സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി. എസ്. സുനിൽ, സംസ്ഥാനത്ത് UDF-ന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കേണ്ടതായിരുന്നു. ജനുവരി മാസം 30-ാം തീയതിക്ക് മുമ്പ് പൂർത്തിയാക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 21-ആയി. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല അല്ലേ? ആശങ്കയുണ്ട് ഘടകകക്ഷി നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ദില്ലി സന്ദർശനത്തിന്റെ ദൗത്യം എന്താണ്? അരുൺ, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞത് അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥികളെയും എത്രയും വേഗം പ്രഖ്യാപിക്കാനുള്ള നീക്കം ഉണ്ടാകും എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നതാണ് കോൺഗ്രസിലെ ഒരു സാഹചര്യം എന്നത്. നാളെ മസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചതാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്നതായിരുന്നു ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്നത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ്. നാളെ യോഗം ചേരാൻ പോകുന്നില്ല എന്നതാണ്. ഏതായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, നിലവിലെ സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ പോലും, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഏതായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പത്രിക പുറത്തിറക്കാവുന്നതാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാവുന്നതാണ്. പക്ഷേ അതിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ല. ബാക്കിയുള്ള കുറെ സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷം ആദ്യഘട്ട പത്രിക പുറത്തുവിടും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സീറ്റുകളിലേക്കൊക്കെ തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകാഭിപ്രായത്തിലേക്ക് സംസ്ഥാന ഘടകത്തിനും എത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് UDF-ൽ തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെ ചില അതൃപ്തി നിലനിൽക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കടക്കം മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയാണുള്ളത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ദില്ലിയിലെത്തുന്നത്. ദേശീയ കോൺഗ്രസ് നേതാക്കളുമായി കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ പ്രചരണത്തിലേക്ക് നീങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ സജീവമാകും പ്രചരണ രംഗത്ത് എന്നൊക്കെയാണ് നേരത്തെ നേതാക്കൾ പറഞ്ഞതെങ്കിൽ പോലും പതിവ് പോലെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക